ഞങ്ങൾ അവിടെ നിൽക്കെ ഞങ്ങളോടൊന്നും ചോദിക്കാതെ, അതായത് ഒരു കോംപ്രമൈസ് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എന്താന്ന് ചോദിക്കണ്ടേ, അതുവരെ ചോദിക്കാതെ ഞങ്ങളോട് പുറത്ത് വെളിയിൽ നിൽക്കാൻ പറഞ്ഞിട്ട് ഇവരെ അതിക്രൂരമായിട്ട് മർദ്ദിക്കണ്ടേ. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. പന്തല്ലൂർ സ്വദേശി ആലിങ്ങൽ മൊയ്തീൻകുട്ടിയാണ് പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലിരിക്കെ കുഴഞ്ഞു വീണ് മരിച്ചത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോലീസ് മർദ്ദനമാണ് യുവാവിൻ്റെ മരണത്തിന് കാരണമെന്ന് ബന്ധുക്കളും നാട്ടുകാരും ആരോപിച്ചു. ആനക്കയം പന്തല്ലൂർ കടമ്പോട് സ്വദേശി മൊയ്തീൻകുട്ടിയാണ് പോലീസ് സ്റ്റേഷനിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. പാണ്ടിക്കാട് പോലീസ് മൊയ്തീൻകുട്ടിയെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നു. പൂരത്തിനിടെ ഉണ്ടായ അടിപിടിയെക്കുറിച്ച് അന്വേഷിക്കാനാണ് മൊയ്തീൻകുട്ടിയെ സ്റ്റേഷനിലേക്ക് വിളിച്ചത്. കസ്റ്റഡിയിലിരിക്കെ കുഴഞ്ഞു വീണ മൊയ്തീൻകുട്ടിയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോലീസ് മർദ്ദനം മൂലമാണ് യുവാവ് മരിച്ചതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ സംഭവവുമായി ബന്ധപ്പെട്ട് എത്തിയിരുന്നെങ്കിലും മൊയ്തീൻകുട്ടിയെ കാണാൻ അനുവദിച്ചില്ലെന്നും പോലീസ് മർദ്ദനം മൂലമാണ് മൊയ്തീൻകുട്ടി മരിച്ചതെന്നും നാട്ടുകാരും ആരോപിക്കുന്നുണ്ട്. ഇത് പന്തല്ലൂരിൽ കഴിഞ്ഞ ഞായറാഴ്ച ഒരു വേലയുണ്ടായിരുന്നു. ആ വേലയ്ക്ക് പൊതുവിൽ എല്ലാ ജനങ്ങളും കൂടുന്ന ഒരവസ്ഥ, അവിടെ എന്തോ ചെറിയ കശവിശ ഉണ്ടായി എന്ന് പറഞ്ഞ അടിസ്ഥാനത്തില് ഇവരെ 2 ആൾക്കാരെയാണ് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇവര് 4 മണിക്ക് അവിടെ ചെല്ലുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നാട്ടുകാരെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞപ്പോ പോലീസിനോട് കശപിശാന്നപ്പോ എന്തെന്നാലും രമ്യതിൽ തീർക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോ എന്റെ കൂടെ വന്നത് ജോജോ മാഷ് എന്ന പഞ്ചായത്തിന്റെ മെമ്പറായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഞങ്ങൾ അവിടെ നിൽക്കെ ഞങ്ങളോടൊന്നും ചോദിക്കാതെ, അതായത് ഒരു കോംപ്രമൈസ് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എന്താന്ന് ചോദിക്കണ്ടേ, അതുവരെ ചോദിക്കാതെ ഞങ്ങളോട് പുറത്ത് വെളിയിൽ നിൽക്കാൻ പറഞ്ഞിട്ട് ഇവരെ അതിക്രൂരമായിട്ട് മർദ്ദിക്കണ്ടേ. അതിനുശേഷം 2ാമത് ഇവരെ സ്റ്റേഷനിലൂടെ കയറ്റി പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം ഒരു ചായ വേണമെന്നാണ്. ആ ചായയും കൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ ചായക്ക് മുന്നോടി ഞാൻ പറഞ്ഞു ഞാനൊന്നും കാണട്ടെ എന്ന് കയറി ചെല്ലുമ്പോൾ ഇവൻ കുഴഞ്ഞ് ഇരിക്കുന്ന ഒരവസ്ഥയാണ് സ്റ്റേഷനിലുള്ളത്. അങ്ങനെ പിന്നെ അവിടുന്ന് സ്റ്റേഷനിൽ ഞങ്ങൾ എല്ലാവരും പോലീസുകാർ കൂടിയിട്ട് പോലീസ് വണ്ടിയിൽ അടുത്ത ഹോസ്പിറ്റലായ ന്യൂ ഹോസ്പിറ്റലിലേക്ക് പോയി. ന്യൂ ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നാലും പിന്നീട് അവിടുന്ന് ഒരു 1.5 മണിക്കൂറിന് ശേഷം പെരിന്തൽമണ്ണ മൗലാനേക്കാണ് കൊണ്ടുവന്നത്. മൗലാനെ കൊണ്ടുവന്ന രാവിലെ അദ്ദേഹം 5:45 മരിക്കാൻ. അപ്പൊ ഞങ്ങൾക്കുള്ള പ്രതിഷേധം എന്താ വെച്ചാല്, ഇത് ഒരു കോംപ്രമൈസ് സംസാരിക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ ജസ്റ്റ് എന്താണ് നടന്നത് അല്ലെങ്കിൽ എന്താണ് നടക്കാൻ പോകുന്ന ഒരു കാര്യങ്ങൾ സംസാരിച്ചില്ല എന്നുള്ളതും വളരെ വാസ്തവമാണ്. പിന്നെ അതിൽ വേറെ ഞാനിപ്പോ അറിയുന്നത് കാരണം ഇവന് പിന്നെ കുഴഞ്ഞതിന് ശേഷം സംസാരിക്കാൻ പറ്റിയില്ല. ഇവനതിൽ റൂമിൽ കയറ്റുമ്പോ പിന്നെ മൊയ്തീൻകുട്ടി വളരെ നല്ല രൂപത്തിൽ പറഞ്ഞിരുന്നു ഞാൻ ഹാർട്ട് പേഷ്യന്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടും അത് അവഗണിക്കാതെയാണ് ഈ ചെയ്തതെന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് മൊയ്തീൻകുട്ടി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരണപ്പെട്ടത്. ചാനൽ 10 പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.